അർജന്റീനക്കാർക്ക് ഇത് ജസ്റ്റ് ഒരു ഡ്രിങ്ക് അല്ല, ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. Messi tea. This is what Messi drinks before his game. I see why he drink it. He drinks mate right before his game so we can get energy, bro. ഹായ്, മെസ്സി സ്ഥിരമായിട്ട് കുടിക്കണ ഈ യർബ മാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാനീയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മെസ്സി മാത്രമല്ല, ഒരുവിധം അർജന്റീനിയൻ പ്ലേയേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു പാനീയമാണ് യർബ മാറ്റെ. സംഭവം നമ്മുടെ നാട്ടിലെ ചായ കോഫി പോലത്തെ ഒക്കെ ഒരു സംഭവമാണ്, പക്ഷെ അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ഒരു പാനീയമാണ്. ആക്ച്വലി ഇത് സൗത്ത് അമേരിക്കയിൽ കാണുന്ന ലെക്സ് പെരാഗ്വൻസിസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കളിക്കളത്തിൽ മെസ്സിയെ ഇത്ര അധികം ആക്റ്റീവ് ആക്കി നിർത്തണതിൽ ഈ യർബ മാറ്റയ്ക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. സംഭവം നമ്മുടെ ചായ പോലൊക്കെ ആണെങ്കിൽ പോലും ചായയേക്കാൾ 100 ഇരട്ടി ഗുണങ്ങളുള്ള ഒരു പാനീയമാണ് യർബ മാറ്റെ. സംഭവം ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കയ്പായിട്ടുള്ള പാനീയമാണെങ്കിലും ഇത് നമുക്ക് തരുന്ന ഹെൽത്ത് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ കയ്പൊന്നും നമുക്കൊരു വിഷയമേ അല്ലാതാവും. ദീർഘനേരം നമ്മുടെ ശരീരം ഊർജ്ജസ്വലമായിട്ടും സ്റ്റാമിനയോടും നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിലുള്ള കണ്ടന്റ് ആയിട്ടുള്ള തിയോബ്രോമിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനോ ഗെയിമോ കഴിഞ്ഞതിന് ശേഷം ശരീരത്തിന്റെ എനർജിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടും ശരീരത്തിന്റെ മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ എനർജിയാക്കി കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കരിയിച്ച് കളയാൻ വേണ്ടിയിട്ടും യർബ മാറ്റയ്ക്ക് കഴിവുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡന്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഗ്രീൻ ടീനേക്കാൾ ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് യർബ മാറ്റെ. അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനും യർബ മാറ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ കൂടുതലായിട്ട് യർബ മാറ്റെ കഴിക്കാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെട്ടിത്തിളക്കുന്ന വെള്ളം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലൊന്നും യർബ മാറ്റെ കുടിക്കരുത്. ഇളം ചൂടുവെള്ളത്തിലാണ് യർബ മാറ്റെ കുടിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചോ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മെഡിസിന്, ഹെൽത്ത് റിലേറ്റഡ്, കോസ്മെറ്റിക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്പറിന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.